നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് ICAR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഒരു യങ് പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 21-ാം തീയതിയാണ്. ഈ തസ്തികയിൽ ഒരു ഒഴിവ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹ്യൂമാനിറ്റീസിലുള്ള ഏതെങ്കിലും അടിസ്ഥാന ബിരുദമാണ് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓഫീസ് സോഫ്റ്റ്വെയറുകളിലും ഓഫീസ് ഭരണത്തിലും ഫയലിംഗിലും ചുരുങ്ങിയത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. ICAR അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പ്രോജക്റ്റ് ഫയലുകൾ, ഹാർഡ് കോപ്പികളും സോഫ്റ്റ് കോപ്പികളും, ദൈനംദിന ഓഫീസ് കത്തിടപാടുകൾ, റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ, PME, HRD പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുക ഇവയാണ് പ്രധാന ചുമതല. ഇതുകൂടാതെ വിദ്യാർത്ഥികളുമായും ഉദ്യോഗസ്ഥരുമായും ഏകോപിപ്പിച്ച് റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുക, ഓൺലൈൻ പോർട്ടലുകളിൽ വിവരങ്ങൾ പുതുക്കുക, ഉദ്യോഗസ്ഥർ നൽകുന്ന മറ്റു ജോലികൾ ചെയ്യുക എന്നിവയും ചെയ്യേണ്ടതാണ്. തുടക്കത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. സ്ഥാപനത്തിന്റെ ആവശ്യകതയും ഉദ്യോഗാർത്ഥിയുടെ പ്രകടനവും വിലയിരുത്തി ഇത് ഓരോ വർഷവും വീതം പരമാവധി 3 വർഷം വരെ നീട്ടാവുന്നതാണ്. പ്രതിമാസം 30,000 രൂപയാണ് ശമ്പളം. ഓഫീസ് ആവശ്യങ്ങൾക്കായി ആഭ്യന്തര യാത്രകൾ ചെയ്യേണ്ടി വന്നാൽ യങ് പ്രൊഫഷണലിന് യാത്രാഭത്തയും ദിവസഭത്തയും ലഭിക്കും. പ്രായം 21-നും 45-നും മധ്യേ ആയിരിക്കണം. 1980 നവംബർ 21-നും 2004 നവംബർ 21-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് SC, ST, OBC, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.spices.res.in സൈറ്റ്സ്, ഡീഫോൾട്ട് ഫയൽസ്, വേക്കൻസീസ്, നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കാണാവുന്നതാണ്. ഇതിനൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ 1785 ഒഴിവുകളും വന്നിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ അപ്രന്റീസ് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 1785 ഒഴിവുകളാണുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ rrcser.co.in വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 18 ആണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇനി പറയുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് 50% മാർക്കോടെ മെട്രിക്കുലേഷൻ 10+2 സിസ്റ്റത്തിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ NCVT, SCVT നൽകിയ ITI പാസ് സർട്ടിഫിക്കറ്റും അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 2026 ജനുവരി 1-ന് 15 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. പ്രായം കണക്കാക്കുന്നതിന് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ പരിഗണിക്കും. മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. അപേക്ഷിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മെട്രിക്കുലേഷൻ പരീക്ഷയിലെ മൊത്തം 50% മാർക്ക് ഉൾപ്പെടെയുള്ള ശതമാനം കണക്കാക്കിയാണ് ഓരോ ട്രേഡിലെയും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മെട്രിക്കുലേഷൻ ശതമാനം കണക്കാക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ലഭിച്ച മാർക്കുകൾ പരിഗണിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിലോ ഏതാനും വിഷയങ്ങളിലോ ലഭിച്ച മാർക്കുകൾ മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കില്ല ഇത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. SC, ST, PWD വനിതാ ഉദ്യോഗാർത്ഥികളെ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, UPI, ബാലറ്റുകൾ എന്നിവ വഴി ഫീസ് അടയ്ക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഉദ്യോഗാർത്ഥികൾക്ക് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം ജൂനിയർ എഞ്ചിനീയർ JE റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിർണായക അപ്ഡേറ്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നീട്ടുകയും ഒഴിവുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തതായി RRB ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ തീരുമാനം റെയിൽവേ ജോലി തേടുന്നവർക്ക് വലിയ അവസരമായാണ് വിലയിരുത്തുന്നത്. RRB ആദ്യം നിശ്ചയിച്ച അവസാന തീയതി അപേക്ഷാർത്ഥികളുടെ തിരക്ക് പരിഗണിച്ച് നീട്ടുകയായിരുന്നു. പുതുക്കിയ തീയതി പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് ഇനി കുറച്ചു ദിവസങ്ങൾ കൂടി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. പല മേഖലകളിൽ നിന്നും വരുന്ന സാങ്കേതിക പ്രശ്നങ്ങളും സെർവറിനുള്ള ബുദ്ധിമുട്ടുകളും പരിഗണിച്ചാണ് തീയതി നീട്ടിയത്. താൽപ്പര്യമുള്ളവരും യോഗ്യരായ ഉദ്യോഗാർത്ഥികളും 2025 ഡിസംബർ 10 രാത്രി 11:59 വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുള്ള സമയപരിധി 2025 ഡിസംബർ 12 വരെ നീട്ടിയിട്ടുണ്ട്. ഇത് അപേക്ഷകർക്ക് പ്രക്രിയ പൂർത്തിയാക്കാൻ അധിക സമയം നൽകുന്നുണ്ട്. RRB ജമ്മു, ശ്രീനഗറിന് കീഴിലുള്ള കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി, ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എന്നിവിടങ്ങളിലെ ഒഴിവുകളുടെ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ ഒഴിവുകളുടെ എണ്ണം 2569-ൽ നിന്ന് 2588 ഉയർന്നിട്ടുണ്ട്.
അപേക്ഷാ പരിഷ്കരണ വിൻഡോ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് 2025 നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ തസ്തികകൾ, സോണൽ റെയിൽവേകൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എന്നിവയ്ക്കുള്ള അവരുടെ തെരഞ്ഞെടുത്ത RRBയും മുൻഗണനകളും പരിഷ്കരിക്കാവുന്നതാണ്. ഡിസംബർ 13 മുതൽ 22 വരെ മോഡിഫിക്കേഷൻ വിൻഡോ വീണ്ടും തുറക്കും. ഈ കാലയളവിൽ മാറ്റങ്ങൾ വരുത്താൻ സ്ഥാനാർത്ഥികൾക്ക് ഫീസ് നൽകേണ്ടി വരും. എന്നിരുന്നാലും ഈ കാലയളവിലും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ അക്കൗണ്ട് വിശദാംശങ്ങളോ തെരഞ്ഞെടുത്ത RRBയോ പരിഷ്കരിക്കാൻ അനുവദിക്കില്ല. സ്ക്രൈബ് ആവശ്യമുള്ള PWBD ഉദ്യോഗാർത്ഥികൾ 2025 ഡിസംബർ 23-നും 27-നും ഇടയിൽ സ്ക്രൈബ് വിശദാംശങ്ങൾ അതത് RRB പോർട്ടലുകളിൽ വഴിയാണ് സമർപ്പിക്കേണ്ടത്. യഥാർത്ഥ വിജ്ഞാപനത്തിലെ മറ്റെല്ലാ നിബന്ധനകളും മാറ്റമില്ലാതെ തുടരുമെന്ന് RRB വ്യക്തമാക്കി. നിയമവിരുദ്ധമായ പേയ്മെന്റുകൾക്ക് പകരമായി ജോലി ഉറപ്പാക്കാമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ ഒഴിവാക്കണം. ഇതിനായി ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമന പ്രക്രിയ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടതാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് കർശനമായി മെറിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. ഇടയിൽ നിൽക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൈസ കൊടുത്ത് വിജയം നേടാമെന്നുള്ള രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളും റെയിൽവേ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ച് പാസ്സാവാൻ നോക്കുക.